ഏറ്റവും വലിയ അവാർഡിലും വലിയ അവാർഡാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. ഇനി എനിക്കിപ്പോൾ ഏത് അവാർഡ് കിട്ടിയാലും എനിക്ക് ഇത്രയും വില ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മണിയെ കണ്ടിട്ടുണ്ട്, കൈ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മണി ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും, ഒന്നിച്ച് കിടന്നുകൊണ്ടിരുന്നു, ഒന്നിച്ച് ഒരു കട്ടിലൊക്കെ കിടന്ന് ഉറങ്ങുന്ന ആളില്ല. അങ്ങനെ ഇഷ്ടമുള്ള ആളുകൾ എന്നെ മാത്രമല്ല, മിമിക്രി ലോകത്തെ, സിനിമ ലോകത്തെ കുറേ ആളുകളുമായിട്ട് അദ്ദേഹം രാത്രി കാലങ്ങളിൽ ഇന്ന് എൻ്റെ കൂടെ കിടക്കാം, ഇന്ന് പുള്ളി തീരുമാനിച്ചിട്ട് അന്ന് നമ്മളുടെ നെഞ്ചത്തൊരു കയ്യും വെച്ച് കിടക്കുന്ന ആ മണിയാണ്. എവിടെയോ നിന്നൊക്കെ കേൾക്കുന്നുണ്ടോ നമ്മുടെ ഈ പ്രസംഗവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യുടെയൊക്കെ. എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഈ ലോകത്തിൽ എനിക്ക് അവാർഡ് ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ, ഏറ്റവും ടോപ്പ് അവാർഡ് കിട്ടുവാണെങ്കിലും ശരി, അതിലും വലിയ അവാർഡായിട്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, എനിക്ക് ഈ അവാർഡാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ. പിന്നെ മണിയുടെ ഒരു ബർത്ത്ഡേ നടന്ന ഒരു കാലത്ത്, ഒരു വർഷം ഞാൻ മണിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, മണി ഇന്നൊരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ മണിബായിനെ വിളിക്കും, പിന്നെ ജാഫ്രനെ വിളിക്കുന്നത്, എന്നെക്കാളും 1.5 വയസ്സിന് എളുപ്പമാ പ്രായത്തില്. ഞാൻ ഇന്നൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എല്ലാ കൊല്ലവും ഞാൻ പോകുന്ന ബർത്ത്ഡേക്കൊക്കെ ഞാൻ കുറച്ച് പൂവ്, ഒരു കൊല്ലം ഞാൻ കൊണ്ട്, അന്ന് സോഷ്യൽ മീഡിയ അത്രയൊന്നും വളർന്നിട്ടില്ല, അങ്ങനെ ഉണ്ടായിരുന്നു, കാണായിരുന്നു. ഞാൻ ഒരു കൊട്ടപ്പൂവാ ഉള്ളത്, ഒരു കടയിലെ ഒരു കൊട്ടപ്പൂവുണ്ട്, തലയിൽ കൂടെ അങ്ങോട്ട് വേദന. അത് കുറെ പേര് ഫോട്ടോ എടുത്തോളൂ. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഞാൻ അപ്പം തന്നെ ഇട്ടതേ അങ്ങ് വരില്ല. ഞാൻ ആ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ ദിവസം എൻ്റെ കാറ് കൊണ്ട് ഇതുപോലെ തന്നെ സ്റ്റേജിൻ്റെ സൈഡിൽ പാടിയിൽ അടുത്തുകൊണ്ട് നിർത്തി. എന്നിട്ട് ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാനിങ്ങോട്ട് പോയി. എൻ്റെ കൂടെ ഒരാളുമുണ്ട്. ഞാൻ അങ്ങ് കയറി ചെന്നു, സ്റ്റേജിൽ കയറി ചെന്നപ്പോൾ വന്നല്ലോ പുലി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചേർത്ത് പിടിച്ചു. എന്താ ഗിഫ്റ്റ്, എന്താ ജോബി, എന്താ ഗിഫ്റ്റ് കൊണ്ടെന്ന് പറയും, എന്താ ഗിഫ്റ്റ്? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് നിൽക്കുന്നു, ജാസ്മിൻ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത ഗിഫ്റ്റാണ്. വെറുതെ ഞാൻ താമസിക്കുന്ന ഹോട്ടലില് ഞാൻ ബൈ ചാൻസിൽ കണ്ട അദ്ദേഹം ഹോട്ടലിൽ താമസിക്കുന്നത്, ഞാനും താമസിക്കുന്നുണ്ട്. ഞാൻ എന്നോട് ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾ കാണുന്നു. അപ്പൊ സത്യം ഈ സ്റ്റേജിലേക്ക് വല്ലേ, അണ്ണാ എന്നെ കൂടെ വന്നു, ഞാനും കൂടെ വരാനുള്ള, എന്നെ കൂടെ കൊണ്ടുപോകണം. സത്യമായിട്ട് ഇങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞാൽ ആ ചോദ്യം എനിക്കറിയാം. എനിക്കത് വല്ലാത്തൊരു സംഭവം. ഇപ്പൊ ജാസ്മിൻ ഗിഫ്റ്റ് പോലെയുള്ള ഒരു മഹാ മനുഷ്യൻ എന്നോട് ചോദിക്കാണ്, കലാഭവമണിയുടെ ബർത്ത്ഡേ അങ്ങോട്ട് ആ പരിപാടിക്ക് ഞാനും പറ്റുന്നത്. അയ്യോ, ഇതൊക്കെ വല്ലാത്ത. അന്ന് തൊട്ട് അദ്ദേഹത്തെ ഞാൻ ഇതുപോലെ മണിക്ക് തുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സാറേ ഒന്നും സാറേ, നമ്മളന്ന് കണ്ടല്ലേ, ഞാൻ അത് ഗിഫ്റ്റ് കൊടുത്ത ആളാണ്. ഞാൻ മണിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് അതേ നിൽക്കുന്നു, ജാസ്മിൻ ഗിഫ്റ്റ് എന്ന്. ഇനി കേൾക്കാം, ഇനി പൊളിച്ചെടുക്കാൻ ഞാൻ ഇപ്പൊ നിർത്തിയേക്കാൻ നമുക്ക് തുടങ്ങാണ്ടോ? അത് ഇപ്പൊ ഞാൻ പ്രസംഗം നിർത്താൻ, എനിക്ക് പിന്നെ പ്രസംഗിക്കാനൊന്നും അറിയില്ല. അപ്പം നമ്മുടെ ഈ സാറിന്റെ ആ ഗാനമേള അങ്ങോട്ട് തുടങ്ങട്ടെ. തുടർന്ന് കഴിയുമ്പോഴത്തേക്കും ഞാനും അതിനകത്ത് ഏതെങ്കിലും ഒരു പാട്ട് എങ്ങനെയും ഒന്ന് പാടാമെന്ന് ശ്രമിക്കാം. അപ്പം അതുകൂടെ കഴിയിക്കാൻ പോകും. അപ്പം ഇപ്പോൾ ഞാൻ സ്റ്റേജ് വിട്ടു കൊടുക്കാം. ഈ നാടിനെ ഞാൻ ബഹുമാനിക്കുന്നു, നാട്ടുകാരെ ബഹുമാനിക്കുന്നു. നമ്മളൊക്കെ ഇങ്ങനെ പല പ്രശ്നങ്ങളുള്ള മേഖലയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടിലേക്ക് വന്നേക്കാം. ഒത്തിരി പ്രശ്നങ്ങളല്ലേ, എല്ലാത്തിനും വില കൂടുതലുണ്ട്. അതും ഇതുമൊക്കെ ആയിട്ട് നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളും, ജോലിക്കുറവ്, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരാളോട് ഞങ്ങൾ നിന്നിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ട് ഞങ്ങളുടെ പടം കാണണം, ഞങ്ങളുടെ പടം കണ്ടാൽ ഞങ്ങളുടെ ഒന്നുമല്ല, ഞങ്ങളുടെ പടം കാണാവോ, ഒന്ന് കാണാവോ, ചില കാശൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അതിനും ഇതിനൊക്കെ കുറച്ച്. ഇപ്പൊ പള്ളിക്കൂടം തുറക്കാൻ പോയി എന്തുമാത്രം കാശ് വേണമെന്ന് പറയാം ഒരു കുടുംബത്തിന്. ആ സമയത്ത് ഞാൻ ഇന്നിറങ്ങിയ എൻ്റെ പടം കാണാൻ പറഞ്ഞാൽ ശരിയാവും. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളൊക്കെ ഇച്ചിരി പൈസ എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടാക്കി പിള്ളേരെയൊക്കെ കൊണ്ടുപോയി മാസത്തിലൊരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു. 3 ദിവസം കൂടുമ്പോൾ സിനിമ കാണുന്നതല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ വരുമ്പോൾ കാണാൻ പറ്റിയെങ്കിൽ കാണുക. നമുക്ക് പൈസ കൊണ്ടേ തരാൻ പറ്റും, നമുക്ക് പൈസ കൊണ്ട് കൊടുത്ത് കാണാൻ പറയാൻ പറ്റില്ല. അഭ്യർത്ഥനയാണ് എല്ലാവരും, ആരുടെ പടമാണല്ലോ സിനിമ അറിയാത്ത തിയേറ്ററിൽ തന്നെ ചെന്ന് കാണണം. ഈ മൊബൈലിൽ നിന്ന് മാറ്റിയിട്ട് അതൊരു അഭ്യർത്ഥന കാണുക. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഊർജവും, നിങ്ങളുടെ എല്ലാവരുടെയും ആ സ്നേഹവും
ആ ഇതൊക്കെയാണ് നമ്മളുടെ ഈ സ്റ്റേജിൽ കയറിയിട്ട് നിങ്ങളെ അഭിമുഖിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. അല്ല ഞാനായിട്ടോ അല്ലെങ്കിൽ സാറായിട്ടോ അല്ലെങ്കിൽ മണിയായിട്ടോ മമ്മൂട്ടിയായിട്ടോ മോഹൻലാലായിട്ടോ അവരൊക്കെ ഒരു കഴിവ് പ്രകടിപ്പിക്കുന്നത് അത് ഇഷ്ടപ്പെടുന്നത് ജനങ്ങളാണ്. ആ ജനമാണ് എല്ലാത്തിനും. അത് എന്തിനാണേലും ജാതിയാണേലും മതമാണേലും ദേശം ഭാഷ രാഷ്ട്രീയം എവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മനുഷ്യത്വനാവും, മനുഷ്യത്വമുള്ളവരാവും. അപ്പൊ എല്ലാം റെഡിയാവും. നമ്മൾ ഇതൊന്നോട്ട് കൂട്ടിക്കൊടുക്കാതിരുന്നാൽ മതി. ഏതൊക്കെ ജാതി മതം ദേശം ഭാഷ രാഷ്ട്രീയം ഇത് കൂട്ടിക്കൊടുക്കരുത്. പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇതിൽ ഒരു സാധനം വ്യക്തമായിട്ട് വേണം, രാഷ്ട്രീയം. അതാ ഇഷ്ടമുള്ളവനെ കുറിച്ച്. എന്തായാലും ഈ മാന്യ സദസ്സിനും ഈ ജാസി സാറിന്റെ കൂടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, ജാസി സാറിനും അതിന്റെ അനുയായികളും ഇനിയിപ്പോൾ ആങ്കർ ചെയ്യുന്ന കുഞ്ഞിനും എല്ലാവർക്കും, ഈ നാട്ടുകാർക്കും കുട്ടികൾക്കും അച്ഛനമ്മമാർക്കും സഹോദരി സഹോദരങ്ങൾക്കും എല്ലാം എൻ്റെ നല്ല നമസ്കാരം.